എല്ലാവർക്കും നമസ്കാരം. ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സിൻ്റെ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അപ്പം കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മുൻ വർഷങ്ങളിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ സെറ്റിൻ്റെ മുൻ വർഷത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കുറച്ച് ടഫായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഏകദേശം 10ഓളം ചോദ്യങ്ങളടുത്ത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്ക് ഈ ഭാഗത്തു നിന്നും ഈ മൊഡ്യൂളിനകത്തുനിന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളിലുള്ള 40% ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം മോഡൽ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. A nucleus rupture into two daughter nuclei if the ratio of their velocities is 2:1. The ratio of nuclear radii of resulting nucleus will be. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു ന്യൂക്ലിയസ് രണ്ട് ഡോട്ടർ ന്യൂക്ലിയ ആയിട്ട് മാറുന്നു. ഒരു ന്യൂക്ലിയസ് രണ്ട് ഡോട്ടർ ന്യൂക്ലിയ ആയിട്ട് മാറുന്നു. ഇഫ് ദ റേഷ്യോ ഓഫ് ദിയർ വെലോസിറ്റീസ്, അതെന്താണ്, ആ ഡോട്ടർ ന്യൂക്ലിയസിൻ്റെ വെലോസിറ്റിയുടെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 2:1 ആണ്. അങ്ങനെയാണെങ്കിൽ ദ റേഷ്യോ ഓഫ് ന്യൂക്ലിയർ റേഡിയൈ ഓഫ് റിസൾട്ടിങ് ന്യൂക്ലിയസ് എന്താണ്? അപ്പം റിസൾട്ടിങ് ആയിട്ടുള്ള ന്യൂക്ലിയസിൻ്റെ വെലോസിറ്റിയുടെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ ന്യൂക്ലിയർ റേഡിയൈ തമ്മിലുള്ള റേഷ്യോയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 2:1, 8:1, 1:2:1/3, 2:1/3:1. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്. നമുക്ക് ആൻസർ ഏതാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞെന്താണ്, ഒരു പേരന്റ് ന്യൂക്ലിയ എന്തായിട്ട് മാറുന്നു? രണ്ട് ഡോട്ടർ ന്യൂക്ലിയ ആയിട്ട് മാറുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പം M1 ആൻഡ് M2 ബി ദ മാസസ്. എന്താണ് ഇതിൻ്റെ രണ്ടിൻ്റെയും മാസസ് നമുക്ക് തന്നിട്ടുള്ളതാണ്. ഏതൊക്കെയാണ്? M1 M2 ആണ്. ഇതിൻ്റെ വെലോസിറ്റി V1 ആണ്. ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയപ്പെടുന്നതാണ് V2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അനുസരിച്ച് എന്താണ് കിട്ടുക? M1 V1 ഈസ് ഈക്വൽ ടു എന്താണ്? M1 V1 ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? M2 V2. നമുക്ക് വെലോസിറ്റീസ് തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ്? V1 ഈസ് V2 ഇസ് ഈക്വൽ ടു എത്രയാണ്? 1:2 ആണ്. സോറി, 1:2:1 എന്ന് പറയുന്നത് 2:1 ആണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് V1/V2 ഈ ഒരു റേഷ്യോ കാണാം. V1/V2 എന്ന് പറയുന്നത് എത്രയാണ്? V1/V2 എന്ന് പറയുന്നത് റേഷ്യോയ്ക്ക് അനുസരിച്ച് എത്രയായിരിക്കും വരിക? 2 എന്നായിരിക്കും വരിക. V1/V2 ഇസ് ഈക്വൽ ടു 2 ഇയാണ് നമുക്ക് കിട്ടുക. ഇനി ഈ V1/V2 പകരം V1/V2 ഇസ് ഈക്വൽ ടു 2, ദെൻ V1 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും കിട്ടുക? V1 ഇസ് ഈക്വൽ ടു 2V2. V1 എന്ന് പറയുമ്പോൾ എന്താണ്? 2V2 എന്ന് കിട്ടും. അത് നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് M1 V1 ഇസ് ഈക്വൽ ടു M2 V2. ദാറ്റ് ഈസ് M1 ഇൻറ്റു V1 പകരം 2V2 ഇസ് ഈക്വൽ ടു M2 V2. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൊരു V2 ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിലൊരു V2 ഉണ്ട്. ആ രണ്ട് V2 ക്യാൻസൽ ആക്കാം. ബാക്കി കിട്ടുന്ന എത്രയാണ്? 2M1 ഇസ് ഈക്വൽ ടു M2. 2M1 ഇസ് ഈക്വൽ ടു M2. ഇതിവിടെ തന്നിട്ടുണ്ട്. 2M1 ഇസ് ഈക്വൽ ടു M2. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൊത്തം എക്സ്പ്ലനേഷനും ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. 2M1 ഇസ് ഈക്വൽ ടു M2 നമുക്കത് കിട്ടും. അപ്പം എന്താണ് കിട്ടുക? 2M1 ഇസ് ഈക്വൽ ടു M2 എന്നാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ M1 ഈസ് ടു M2. 2M1 ഇസ് ഈക്വൽ ടു M2 എന്നാണ്. അങ്ങനെയാണെങ്കിൽ M1 ഈസ് ടു M2 എന്ന് പറയുന്നത് എത്രയാണ്? 1:2 ആയിരിക്കും. ശരിയാണല്ലോ.
M1:M2 എന്ന് പറയുന്നത് 1:2 എന്നായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്കറിയാം റേഡിയയുടെ തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. റേഡിയയുടെ ഇക്വേഷൻ നമുക്കറിയാം എന്തായിരുന്നു? R is equal to R0 A⁻1/3. ശരിയാണല്ലോ. R0 A⁻1/3. R0 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. A എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക് മാസാണ്. അപ്പോൾ ഇവിടെ 2 ന്യൂക്ലിയ ആണ്. അപ്പോൾ ന്യൂക്ലിയയുടെ മാസ് എന്ന് പറയുന്നത് M1 M2 എന്നാണെങ്കിൽ നമുക്ക് ഈ അറ്റോമിക് മാസിനെ എന്തിനോട് ഈക്വലൻ്റ് എഴുതാം? മാസിനോട് ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു റിലേഷനെ, ഈ A എന്ന് പറയുന്ന അറ്റോമിക് മാസിനെ നമ്മളെന്താണ് മാസിൻ്റെ രൂപത്തിലേക്ക് തന്നെ എഴുതുന്നു. അതായത് ദിസ് ഇക്വേഷൻ R1 is equal to R0 into M1/1/3, R2 is equal to R0 M2/1/3. ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക. ശരിയാണല്ലോ. ഇനി ഇതിന് നമ്മൾ റേഷ്യോ നമ്മൾ കാണണം. ദാറ്റ് ഈസ് റേഷ്യോ വിൽ ബിക്കം R1/R2 is equal to R1/R2 is equal to R0 into M1/1/3 divided by R0 M2/1/3. ശരിയാണല്ലോ. ഇവിടെ R0യും ക്യാൻസൽ ആകുന്നു. ബാക്കി ഇവിടെ താഴോട്ട് എഴുതാണ്. ബാക്കി R1/R2 is equal to M1/M2 whole raised to M1/M2 ശരിയാണല്ലോ. ഇനി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു M1 എന്ന് പറയുന്നത് എന്താണ്? M1 എന്ന് പറയുന്നത് M2 എന്ന് പറയുന്നത് 2M1 ആണ്. M2 എന്ന് പറയുന്നത് 2M1 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പുറത്തേക്ക് എഴുതുകയാണ്. R1/R2 is equal to M1/M2 whole raised to 1/3 ആണ്. This is equal to M1 എന്ന് പറയുന്നത് 2M1 is equal to M2 ആണ്. അങ്ങനെയാണെങ്കിൽ M1 is equal to ഇതാണ് വരിക M2 divided by 2. എങ്ങനെ വേണമെങ്കിലും എഴുതാം. M2ന് വരെ നമ്മൾ 2M1 എന്ന് കൊടുക്കും. M2 is equal to 2M1. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. റേസ് ടു 1/3. എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. ഇത് കൊടുത്താലും കുഴപ്പമില്ല. M1ന് M2/2 കൊടുത്താലും കുഴപ്പമില്ല. 2M1 is equal to M2 കൊടുത്താലും കുഴപ്പമില്ല. ഏത് കൊടുത്താലും നമുക്ക് കിട്ടുന്ന ഒരേ ആൻസർ ആയിരിക്കും. ഇവിടെ M1ഉം ക്യാൻസൽ ആകുന്നു. ബാക്കി വരിക 1/2 whole raised to 1/3 എന്നായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1/3 divided by 2/1/3. ശരിയാണല്ലോ. 2/1/3. ദാറ്റ് ഈസ് R1/R2. R1/R2 is equal to 1/1/3 divided by 2/1/3. Then R1 is to R2 is equal to 1/2/1/3. ഇതായിരിക്കും നമ്മുടെ ന്യൂക്ലിയയുടെ റേഡിയൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയപ്പെടുക. R1:R2 is equal to 1/2/1/3. നമ്മുടെ ഓപ്ഷനകത്ത് ഏതാണത്? ഓപ്ഷനകത്ത് 2/1/3. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുക. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുക. നമ്മൾ കുറച്ചൊന്ന് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ഞെട്ടണ്ട, അതിൻ്റെ സൊല്യൂഷൻ കാണുമ്പോൾ ഞെട്ടണ്ട. സിമ്പിളായിട്ടുള്ള
സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. സിമ്പിളായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളതേ നമുക്ക് ചോദിക്കുകയും ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അതിനെ വളരെ നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റിസൾട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് അതുപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്. എ ന്യൂട്രോൺ ഓഫ് മാസ് m മൂവിങ് അറ്റ് എ സ്പീഡ് undergoes a head-on collision with an atomic nuclei of mass capital M which is at rest. Then the fraction of decrease in kinetic energy of neutron is. ചോദ്യം എന്താണ്? ഒരു ന്യൂട്രോൺ ആണ്, അതിൻ്റെ മാസ് എന്ന് പറയുന്നത് സ്മോൾ എം ആണ്. ന്യൂട്രോൺ ഉണ്ട്, അതിൻ്റെ മാസ് എന്ന് പറയുന്നത് സ്മോൾ എം ആണ്. അതെന്ത് ചെയ്യുന്നു? ഒരു സ്പീഡിൽ മൂവ് ചെയ്യുന്നു. ആ മൂവ് ചെയ്ത് പോകുന്ന വഴിക്ക് എന്ത് ചെയ്യുന്നു? ഹെഡ് ഓൺ കൊളിഷൻ. എന്താണ്? നേരെ കൂട്ടിയിടിക്കുന്നു. ആരുമായിട്ടാണ്? ഒരു അറ്റോമിക് ന്യൂക്ലിയയുമായിട്ട് കൂട്ടിയിടിക്കുന്നു. ആ അറ്റോമിക് ന്യൂക്ലിയയുടെ മാസ് എന്ന് പറയപ്പെടുന്നത് ക്യാപിറ്റൽ എം ആണ്. ആ അറ്റോമിക് ന്യൂക്ലിയ എന്തിലാണ്? ആ അറ്റോമിക് ന്യൂക്ലിയൈ ഒരു റെസ്റ്റിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദെൻ ദ ഫ്രാക്ഷൻ ഓഫ് ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ന്യൂട്രോൺ. അങ്ങനെയാണെങ്കിൽ ഈ സഞ്ചരിച്ച ന്യൂട്രോൺ ഉണ്ടല്ലോ, ആ ന്യൂട്രോണിൻ്റെ കൈനറ്റിക് എനർജിയുടെ ഡിക്രീസ്, അല്ലെങ്കിൽ അത് കൈനറ്റിക് എനർജി എത്രമാത്രമാണ് കുറഞ്ഞത് എന്നുള്ളതാണ് ചോദ്യം. ഇത് ഒരു ന്യൂട്രോണാണ്, അതിൻ്റെ മാസ് എം ആണ്. അത് ഒരു സർട്ടൻ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. മൂവ് ചെയ്ത് കഴിയുമ്പം ഒരു അറ്റോമിക് ന്യൂക്ലിയയാണ്. ആ അറ്റോമിക് ന്യൂക്ലിയയുടെ മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ആണ്. അതുമായിട്ട് കൂട്ടിയിടിക്കുന്നു. കൂട്ടിയിടിച്ചതിന് ശേഷം ന്യൂട്രോൺ വീണ്ടും മുമ്പോട്ട് പോകും. മുമ്പോട്ട് പോകുമ്പം നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും എത്രമാത്രമാണ് അതിൻ്റെ ന്യൂട്രോണിൻ്റെ വെലോസിറ്റി കുറഞ്ഞത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 2m² ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ എം പ്ലസ് എം ഹോൾ സ്ക്വയർ, 4m² ക്യാപിറ്റൽ M² ഡിവൈഡഡ് ബൈ എം പ്ലസ് എം ദ ഹോൾ സ്ക്വയർ, 2mm ബൈ എം പ്ലസ് എം ദ ഹോൾ സ്ക്വയർ, 4mm ബൈ എം പ്ലസ് എം ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മളെ ഓപ്ഷൻസ്. ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ എക്സ്പ്ലനേഷൻ. അത് തന്നെ പറഞ്ഞു പോകാം. ലെറ്റ് ദ മാസ് ഓഫ് ദ ന്യൂട്രോൺ ബി സ്മോൾ എം. ന്യൂട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് സ്മോൾ എം ആണ്. ആ ന്യൂട്രോണിൻ്റെ ഇനീഷ്യൽ സ്പീഡ് എന്ന് പറയപ്പെടുന്നത് v ആണ്. ഇനീഷ്യൽ സ്പീഡ് v ആണ്. അതിൻ്റെ ഫൈനൽ സ്പീഡിനെ നമ്മൾ v1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫൈനൽ സ്പീഡ് എന്ന് പറയുന്നത് v1 ആണ്. ന്യൂക്ലിയസിൻ്റെ മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ആണ്. ന്യൂക്ലിയസിന് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇനീഷ്യലി ഇത് റെസ്റ്റിലാണ്. റെസ്റ്റിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഇനീഷ്യൽ സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ u2 എന്ന് കൊടുത്തു. ആ റെസ്റ്റിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഇനീഷ്യൽ സ്പീഡ് എന്ന് പറയപ്പെടുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. അതിൻ്റെ ഫൈനൽ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? v2 എന്ന് എഴുതി. ഓൺ എ ഹെഡ് ഓൺ ഹെഡ് ഇലാസ്റ്റിക് കൊളിഷൻ ബോത്ത് മൊമെൻറ്റം ആൻഡ് കൈനറ്റിക് എനർജി ആർ കൺസർവ്. ഇത് നമ്മൾ പരസ്പരം നേരെ കൂട്ടിയിടിക്കുന്നു. ഇലാസ്റ്റിക് കൊളിഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും കൺസർവ്ഡ് ആയിരിക്കും. നമ്മൾ നേരത്തെ വരച്ച പടം തന്നെ ഇതാണ് മാസ് എം ആണ് ഇതിൻ്റെ മാസ്. അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയപ്പെടുന്നത് v ആണ്. കൂട്ടിയിടിക്കുന്നു. കൂട്ടിയിടിച്ചതിന് ശേഷം ഇച്ചിരി ഒന്ന് താഴേക്ക് വരയ്ക്കാണ് പടം. ഇതോട്ട് കൂട്ടിയിടിക്കുന്നു. കൂട്ടിയിടിച്ചതിന് ശേഷം ഇത് നമ്മുടെ വലിയ പാർട്ടിക്കിള്, നമ്മുടെ ചെറിയ ന്യൂട്രോൺ ആണിത്. ഇത് ക്യാപിറ്റൽ എം ആണ്. ഈ പാർട്ടിക്കിളിൻ്റെ മാസിൻ്റെ ഇനീഷ്യൽ സ്പീഡ് എന്ന് പറയുന്നത് u2 ആണ്. u2 എന്ന് പറയുന്നത് 0 ആണ്. ഇത് ഇനീഷ്യൽ സ്പീഡാണ് v. ഇലാസ്റ്റിക് കൊളിഷന് ശേഷം രണ്ടുപേരും എന്ത് ചെയ്തിരിക്കുന്നു? രണ്ട് ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നു. ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് പോകുമ്പം ഈ ന്യൂട്രോണിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായി മാറി? v1 എന്ന് എഴുതി. വലിയ ന്യൂക്ലിയയുടെ വെലോസിറ്റിനെ v2 എന്ന് എഴുതി. u2 v2 v1 ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇലാസ്റ്റിക് കൊളിഷൻ ആയതുകൊണ്ട് മൊമെൻറ്റവും കൈനറ്റിക് എനർജി എന്തായിരിക്കും? കൺസർവ്ഡ് ആയിരിക്കും.
ഇപ്പോൾ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം കൺസർവ്ഡ് ആയിരിക്കും. അതായത് ലീനിയർ മൊമെൻറ്റം കൺസർവ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടിക്കുന്നതിന് മുമ്പുള്ള മൊമെൻറ്റം, അതാണ് എന്തെന്ന് വിളിക്കുക? എം വി എന്ന് പറയുക. ഇടിച്ചതിന് ശേഷമുള്ള മൊമെൻറ്റം ഇത് സ്മോൾ എം ആണ്, ഇത് ക്യാപിറ്റൽ എം ആണ്. അതാണ് നമുക്ക് കിട്ടുന്നത്. എന്തായിരിക്കും? എം ഇൻറ്റു വി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വി ടു പ്ലസ് എം ഇൻറ്റു വി വൺ ആയിരിക്കും. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് എം ഇൻറ്റു വി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വി വൺ പ്ലസ് എം ഇൻറ്റു വി ടു. ഫോർ എ വൺ ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളിഷൻ ദ റിലേറ്റീവ് വെലോസിറ്റി എന്താണ് ഒരു വൺ ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളിഷനാണ്. എന്താണ്? ഒരേ ഡയറക്ഷൻ, നേർരേഖയിലുള്ള ഹിറ്റിംഗ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയപ്പെടുന്ന എന്താണ്? ഇനീഷ്യൽ വി മൈനസ് യു ഈക്വൽ ടു വി ടു മൈനസ് വി വൺ ഈക്വൽ ടു വി ടു ഈക്വൽ ടു വി പ്ലസ് വി വൺ. ഇവിടെ എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? ഇവിടെ വി എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രോണിൻ്റെ വെലോസിറ്റിയാണ്. വി എന്ന് പറയുന്നത് ന്യൂട്രോണിൻ്റെയാണ് വി എന്ന് പറയുന്നത്. നമ്മുടെ ന്യൂക്ലിയയുടെയാണ് ഏതെന്ന് പറയുന്നത്? യു എന്ന് പറയുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള വെലോസിറ്റിയുടെ ഡിഫറൻസ് ആണ് വി മൈനസ് വി സീറോ. ഇത് ഇടിച്ചതിന് ശേഷമുള്ളതാണ്. ദാറ്റ് ഈസ് വി ടു മൈനസ് വി വൺ എന്ന് എഴുതി. വി ടു മൈനസ് വി വൺ, നമ്മൾ ഫിഗർ കണ്ട വി ടു വി വൺ, വി ടു മൈനസ് വി വൺ. ദാറ്റ് ഈസ്, അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആണെങ്കിൽ എന്താണ്? വി മൈനസ് സീറോ ഈസ് ഈക്വൽ ടു വി ടു മൈനസ് വി വൺ. ഇടിക്കുന്നതിന് മുമ്പുള്ളതാണ്. ഏതാണ്? വി മൈനസ് യു ടു ആണ്. യു ടു സീറോ ആയതുകൊണ്ടാണ് നമ്മൾ വി മൈനസ് സീറോ എന്ന് എഴുതിയത്. ഇസ് ഈക്വൽ ടു വി ടു മൈനസ് വി വൺ ആണ്. നമുക്ക് കിട്ടുന്നത് എന്താണ്? വി ഈക്വൽ ടു വി ടു മൈനസ് വി വൺ ആണ്. ദെൻ വി ടു ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? വി പ്ലസ് വി വൺ എന്ന് കിട്ടും. വി ടു ആരുടെ വെലോസിറ്റിയാണ്? ഇടിച്ചതിന് ശേഷമുള്ള നമ്മുടെ ന്യൂക്ലിയസിൻ്റെ അല്ലെങ്കിൽ ഹെവി ന്യൂക്ലിയയുടെ വെലോസിറ്റിയാണ് വി ടു എന്ന് പറയുന്നത്. V2 is equal to V plus V1. Substitute the expression for into the momentum equation. നമ്മൾ തൊട്ട് മുമ്പത്തെ ഇക്വേഷനകത്തേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. തൊട്ട് മുമ്പത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. തൊട്ട് മുമ്പത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എം വി ഈസ് ഈക്വൽ ടു എം വി വൺ പ്ലസ് ക്യാപിറ്റൽ എം വി പ്ലസ് വി വൺ. അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് എന്ത് ചെയ്യുക? അകത്തേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് എം വി ഇസ് ഈക്വൽ ടു എം വി വൺ എം വി പ്ലസ് എം വി വൺ പ്ലസ് എം വി വൺ. ഇനി ഇവിടെ വി വണ്ണ് വരുന്ന ടേമിനെയല്ല, ഇവിടെ വി വൺ ആണ്, ഇവിടെ വി വൺ ആണ്, അവരെ ഒരുമിച്ച് നിർത്തുക. ബാക്കി വി വരുന്ന ടേമുകളെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പം എം വി, ഈ എം വിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരും. ദാറ്റ് ഈസ് മൈനസ് ക്യാപിറ്റൽ എം വി ഈസ് ഈക്വൽ ടു എം വി വൺ പ്ലസ് എം വി വൺ. ഇവിടെ ഒരു വി കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ദാറ്റ് ഈസ് എം മൈനസ് ക്യാപിറ്റൽ എം ഇൻറ്റു വി ഈസ് ഈക്വൽ ടു, ഇവിടെ നിന്ന് വി വണ്ണ് പുറത്തെടുക്കുക, എം പ്ലസ് ക്യാപിറ്റൽ എം ഇൻറ്റു വി വൺ. ഇത് പുറത്തേക്ക് എടുക്കുന്നു. ഇനി ഈ ഇക്വേഷനകത്തുനിന്ന് എന്തിനെ കണ്ടുപിടിക്കുക? വി വണ്ണിനെ കണ്ടുപിടിക്കുക. വി വൺ സിമ്പിളല്ലേ? വി വണ്ണിനെ കണ്ടുപിടിക്കുക. വി വൺ എന്ന് പറയുന്ന ആറ് വെലോസിറ്റിയാണ്. ന്യൂട്രോണിൻ്റെ ഇടിച്ചതിന് ശേഷമുള്ള വെലോസിറ്റിയാണ് എന്നത് വിളിക്കുന്നത് വി വൺ എന്ന് പറയുന്നത്. വി വൺ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരുടെയാണ്? ഈ ന്യൂട്രോണിൻ്റെ കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. കൈനറ്റിക് ഇക്വേഷൻ നമുക്കറിയാലോ, ഹാഫ് എം വി സ്ക്വയർ ആണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. ഇതിനകത്തുനിന്ന് എം വി വൺ ഞാൻ മുകളിലേക്ക് എഴുതുകയാണ്. ദാറ്റ് ഈസ് വി വൺ ഈസ് ഈക്വൽ ടു ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അതുപോലെ തന്നെയുണ്ട്.
വി ഇൻറ്റു എം മൈനസ് ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ എന്താണുള്ളത് സ്മോൾ എം പ്ലസ് ക്യാപിറ്റൽ എം. സ്മോൾ എം പ്ലസ് ക്യാപിറ്റൽ എം. പെട്ടെന്ന് കിട്ടി V1 ഇസ് ഈക്വൽ ടു വി ഇൻറ്റു എം മൈനസ് ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ സ്മോൾ എം പ്ലസ് ക്യാപിറ്റൽ എം. ഇനി കൈനറ്റിക് എനർജി ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് ന്യൂട്രോണിൻ്റെ കേസാണ്. ന്യൂട്രോണിൻ്റെ വെലോസിറ്റി എന്ന് പറയപ്പെടുന്നത് ഹാഫ് V1 സ്ക്വയർ ആയിരുന്നു. ഹാഫ് V1 സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക, ഹാഫ് V1 സ്ക്വയർ. ഹാഫ് എം ബി ഇനീഷ്യൽ കൈനറ്റിക് എനർജിയാണ് ഹാഫ് എം ബി സ്ക്വയർ. ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഹാഫ് എം ബി സ്ക്വയർ. ഫൈനൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇ എഫ് ഈസ് ഈക്വൽ ടു ഹാഫ് എം V1 സ്ക്വയർ. V1 സ്ക്വയറിന് പകരം നമ്മൾ എന്ത് ചെയ്യാം? തൊട്ട് മുമ്പത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് വി മൈനസ് എം ബൈ എം മൈനസ് എം ഡിവൈഡ് ബൈ എം പ്ലസ് എം എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കിട്ടുന്നത് ഹാഫ് എം ഇൻറ്റു വി എം മൈനസ് എം മൈനസ് എം ഡിവൈഡ് ബൈ എം പ്ലസ് എം പ്ലസ് എം ദ ഹോൾ സ്ക്വയർ എന്നായിരിക്കും നമുക്ക് കിട്ടുക. ശരിയാണല്ലോ? ഹാഫ് എം ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ ഇക്വേഷനകത്തുനിന്ന് ഒരു വി സ്ക്വയർ നമുക്ക് പുറത്തേക്ക് എടുത്താൽ, ഇവിടെ നിന്ന് ഒരു വി സ്ക്വയർ പുറത്തേക്ക് എടുത്താൽ ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റിലുള്ള ടൈം ആയിരിക്കും വരിക. ദാറ്റ് ഈസ് ഹാഫ് എം വി സ്ക്വയർ എം മൈനസ് ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ എം പ്ലസ് ക്യാപിറ്റൽ എം ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക. ഈ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജി ഇനീഷ്യലാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം? ദിസ് ഈസ് കൈനറ്റിക് എനർജി ഫൈനൽ ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഹാഫ് എം വി സ്ക്വയറിന് പകരം കൈനറ്റിക് എനർജി ഇനീഷ്യൽ ഇൻറ്റു എം മൈനസ് ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ എം പ്ലസ് ക്യാപിറ്റൽ എം ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനീഷ്യൽ കൈനറ്റിക് എനർജി, ഫൈനൽ കൈനറ്റിക് എനർജി. ദ ഫ്രാക്ഷൻ ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി ഈസ്, കൈനറ്റിക് എനർജിയുടെ ഫ്രാക്ഷണൽ ചേഞ്ച് എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ദ ഫ്രാക്ഷൻ ഓഫ് ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി, കൈനറ്റിക് എനർജിയുടെ ഡിക്രീസ് എത്രയാണ്? ദാറ്റ് ഈസ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡെൽറ്റ കെ ഇ ഡിവൈഡ് ബൈ കെ ഇ എഫ് ഡിവൈഡ് ബൈ കെ ഇ ഐ. ഡെൽറ്റ കെ ഇ ഡിവൈഡ് ബൈ ഡെൽ കെ ഇ ഐ. ഡെൽറ്റ കൈനറ്റിക് എനർജി എന്ന് പറയപ്പെടുന്നത്, ഡെൽറ്റ കൈനറ്റിക് എനർജി എന്താണ്? കൈനറ്റിക് എനർജി ഇനീഷ്യലിൻ്റെയും കൈനറ്റിക് എനർജി ഫൈനലിൻ്റെയും കൂടി എന്താണ് ഡിഫറൻസ് ആണ് ഡെൽറ്റ കെ ഇ എന്ന് പറയുക. ഡെൽറ്റ കെ ഐ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എഴുതുക. കെ ഇ
ഐ മൈനസ് കെ ഇ എഫ് ഡിവൈഡ് ബൈ കെ ഇ ഐ. ഇവിടെ രണ്ടിടത്തുനിന്ന് എന്തെടുക്കണം, ഒരു കോമൺ ആയിട്ട് കെ ഇ ഐ പുറത്തെടുക്കുക. ഇവിടെ ഒരു കെ ഇ പുറത്തെടുക്കുക. ദറ്റ് ഈസ് 1 മൈനസ് കെ ഇ എഫ് ബൈ കെ ഇ ഐ. ഇനി കെ ഇ എഫിന് പകരം എന്ത് കൊടുക്കുക, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കെ ഇ എഫിന് പകരം കെ ഇ ഐ എം മൈനസ് എം ബൈ എം പ്ലസ് എം ഹോൾ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കെ ഇ എഫ് 1 മൈനസ് കെ ഇ ഐ ഇൻറ്റു എം മൈനസ് എം മൈനസ് എം ബൈ എം പ്ലസ് ക്യാപിറ്റൽ എം ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ കെ ഇ ഐ. ഇവിടെ ഒരു കെ ഇ ഐയും ഇവിടുന്ന് ഒരു കെ ഇ ഐയും ക്യാൻസൽ ആകും. ബാക്കി വരിക 1 മൈനസ് എം മൈനസ് ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ എം പ്ലസ് ക്യാപിറ്റൽ എം ദ ഹോൾ സ്ക്വയർ. എം മൈനസ് എം ഡിവൈഡ് ബൈ എം പ്ലസ് എം ദ ഹോൾ സ്ക്വയർ എന്നാണ് വരിക. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. എം മൈനസ് എം ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം പ്ലസ് എം ദ ഹോൾ സ്ക്വയർ. ഇത് ഞാനത് വീണ്ടും എഴുതുന്നില്ല. എം മൈനസ് എം ദ ഹോൾ സ്ക്വയർ, എം മൈനസ് എം ഡിവൈഡഡ് ബൈ എം പ്ലസ് എം ദ ഹോൾ സ്ക്വയർ. ആ ടൈമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ആ ടൈമിനകത്ത് നമ്മൾ കെ ഇയും കെ ഇ ഐയും ക്യാൻസലായി പോകുന്നു. ഇതാണ് നമ്മുടെ എം മൈനസ് എം ഡിവൈഡ് ബൈ എം പ്ലസ് എം ദ ഹോൾ സ്ക്വയർ. രണ്ടിടത്തും ഒരു സ്ക്വയർ ഉണ്ട്. ഇനി അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ്. എന്താണ് ഈ എം മൈനസ് എമ്മിനെ മുന്നേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ ആൻസർ കിട്ടുക എന്താണ് 1 മൈനസ് എം മൈനസ് ക്യാപിറ്റൽ എം ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എം പ്ലസ് ക്യാപിറ്റൽ എം ദ ഹോൾ സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. ഈ എം പ്ലസ് എം ഹോൾ സ്ക്വയറിനെ ഇങ്ങോട്ടേക്ക് ഇനി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എം പ്ലസ് എം ദ ഹോൾ സ്ക്വയർ മൈനസ് എം മൈനസ് എം ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എം പ്ലസ് എം ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടുന്നു. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്യുന്നത് അറിയാമല്ലോ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ടൈമിലാണ് ഇത് വരിക. ഇപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുന്നത് എം സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു എം പ്ലസ് എം പ്ലസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് ക്യാപിറ്റൽ എം സ്ക്വയർ മൈനസ് സ്മോൾ എം സ്ക്വയർ മൈനസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് 2ab മൈനസ് 2 ഇൻറ്റു ab 2 ഇൻറ്റു എം പ്ലസ് എം സ്ക്വയർ. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉള്ളതുകൊണ്ടാണ് ആ മൈനസ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഡിവൈഡ് ബൈ എം പ്ലസ് എം ദ ഹോൾ സ്ക്വയർ ഇനി ഇവിടെ എന്ത് ചെയ്യുക, ക്യാൻസലായി പോകുന്നവർ ക്യാൻസലായി പോവുക. ഇവിടെ ഒരു എം സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് എം സ്ക്വയർ ഉണ്ട്, അത് നമുക്ക് ക്യാൻസലാവും. ഇവിടെ ഒരു എം സ്ക്വയർ ആണുള്ളത്, ഈ മൈനസ് അകത്തേക്ക് പോകുമ്പം ഈ എം സ്ക്വയറും ക്യാൻസലാവും. പിന്നെ ഇവിടെ ഒരു മൈനസും ആണുള്ളത്, പ്ലസ് 2m ഉണ്ടാവും. ഇവിടെ കിട്ടുന്നത് 2m പ്ലസ്, അതായത് ഈ മൈനസും കൂടി ചേർന്ന് പ്ലസ് ആകുന്നു, പ്ലസ് 2mm ഡിവൈഡ് ബൈ m പ്ലസ് m ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 4m ഡിവൈഡ് ബൈ m പ്ലസ് ക്യാപിറ്റൽ M ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 4mm ബൈ m പ്ലസ് m ദ ഹോൾ സ്ക്വയർ. നമ്മുടെ ഓപ്ഷനകത്ത് ഏതാണ് വരിക? ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ
ഡി ആണ് നമ്മുടെ ശരിക്കുള്ള ആൻസർ. ഇന്ന് നമ്മൾ ചോദ്യം വളരെ സിമ്പിളാണ്, പക്ഷേ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് സമയം എടുക്കുകയുള്ളൂ. ഇനി ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റെപ്പൊക്കെ വരച്ച് കാണിച്ചത്. അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ വേഗം ഇതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പം ഇതൊരു മുൻവർഷത്തെ ചോദ്യമാണ്. അപ്പോൾ അത് ക്ഷമയോടെ ഈ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്താൽ നമുക്ക് നിസ്സാരമായിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇതാണ് ഡെൽറ്റ കെ ഇ ബൈ കെ ഐ ഈക്വൽ ടു 4mm ഡിവൈഡഡ് ബൈ n പ്ലസ് m the whole square. Next one, copper 2760 is a radioactive nucleus of half-life 2 log 2 into 10 raised to 8 second. The activity of 10 gram of copper 2760 is 60 in disintegration per second is. ഡിസിൻറ്റഗ്രേഷൻ പെർ സെക്കൻഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസ് വന്നിട്ടുണ്ട് 1/5 into 10 raised to 10, 5 into 10 raised to 10, 1/5 into 10 raised to 14, 5 into 10 raised to 14. ഏകദേശം ഒരേപോലെ വരുന്ന രണ്ട് ആൻസറാണ്. ഇത് ഏകദേശം ഒരേപോലെ വരുന്നു, ഇത് രണ്ടും ഏകദേശം ഒരേപോലെ വരും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ ആൻസർ കിട്ടാൻ. തന്നിട്ടുണ്ട് ഹാഫ് ലൈഫും ഡി കെ കോൺസ്റ്റൻറ്റും തമ്മിലുള്ള റിലേഷനാണിത്. ദാറ്റ് ഈസ് ലാംഡ ഈസ് ഈക്വൽ ടു ലോഗ് 2/t½ നമുക്കറിയാം. ഇവിടെ നമുക്ക് t½ വന്നിട്ടുണ്ട്. എത്രയാണ് t½ വന്നിരിക്കുന്നത്? ഇതാണ് t½ 2 log 2 into 10 raised to 8 സെക്കൻഡ് ആണ് t½ വന്നിരിക്കുന്നത്. അതാണ് t½ ഈസ് ഈക്വൽ ടു 2 log 2 into 10 raised to 8 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാംഡ കണ്ടുപിടിക്കാം. ലാംഡ ഈസ് ഈക്വൽ ടു log n/t½ ആണ്. ഇതൊക്കെ ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് കേട്ടോ. log 2/t½ പകരം എന്ത് ചെയ്യുക? 2 log 2 into 10 raised to 8. ഇവിടെ ഒരു log 2 ഉണ്ട്, ഇവിടെ ഒരു log 2 ഉണ്ട്. രണ്ടുപേരും ക്യാൻസലായി പോകും. ബാക്കി വരുന്നത് എന്താണ്? 1/2 into 10 raised to 8 സെക്കൻഡ് ആണ്. ശരിയാണല്ലോ. ഈ 1/2 എന്ന് പറയുന്നത് എത്രയാണ്? 0.5 ആണ്. 10 raised to 8 ഡിനോമിനേറ്ററിൽ നിന്നും ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ അയാൾ എന്തായിട്ട് മാറി? 10 raised to -8 ആയി. സെക്കൻഡ് മുകളിൽ ചെന്നപ്പോൾ എന്തായി? സെക്കൻഡ് ഇൻവേഴ്സായി. സെക്കൻഡ് മൈനസ് കിട്ടാനും മതി, സെക്കൻഡ് ഇൻവേഴ്സ് ആയിട്ട് മാറി. ആൻസർ കഴിഞ്ഞില്ല. എന്താണ്? ഫസ്റ്റ് ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് 10 gram ഓഫ് കോപ്പർ 60 യൂസിങ് ദ മോളാർ മാസ് അപ്രോക്സിമേറ്റ്ലി 60 gram. എന്താണ് നമുക്ക് കണ്ടത്? അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് എന്നാണ് മാസ് ബൈ മോളാർ മാസ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന മാസ് എന്ന് പറയുന്നത് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 10 gram ആണ്. 10 gram ഓഫ് ആക്ടിവിറ്റി ആണ്. 10 gram ഓഫ് ആക്ടിവിറ്റി ഓഫ് 10 gram ഓഫ് കോപ്പർ 60. അതായത് കോപ്പർ 60യുടെ 10 ഗ്രാമിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? അതിന് ഡിസിൻറ്റിഗ്രേഷൻ പെർ സെക്കൻഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് എത്രയാണ്? മാസ് ബൈ മോളാർ മാസ് 10/60 ഈസ് ഈക്വൽ ടു എത്രയാണ്? 1/60 എന്ന് കിട്ടും. 1/6 എന്ന് കിട്ടും. നെക്സ്റ്റ്, യൂസിങ് ദ അവോഗാഡ്രോ നമ്പർ. അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 6.022 into 10 raised to 23 ആണ്. അപ്പം അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു മോൾ ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ദാറ്റ് ഈസ് 1/6 into 6.022 into 10 raised to 23. ആക്ടിവിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ആക്ടിവിറ്റി എ ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു n ആണ്. ലാംഡ നമ്മൾ കണ്ടുപിടിച്ചിരുന്നത് എത്രയാണ്? 0.5 into 10 raised to -8 കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്പർ n എന്ന് പറയുന്നത് ഇവിടുന്ന് കിട്ടിയതാണ്. 1/6 into 6.022 into 10 raised to 23. അപ്രോക്സിമേറ്റ്ലി നമുക്ക് 6ഉം ക്യാൻസലാക്കാം, 1 കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന ഏകദേശം എത്രയാണ്? ഒരു 1 point സംതിങ് തന്നെ കിട്ടും. ദാറ്റ് ഈസ് 1.037 into 10 raised to 23. നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി വാല്യൂ എടുത്താൽ മതി. 1/6 into 6 നമുക്ക് എന്താ എത്ര? അപ്രോക്സിമേറ്റ്ലി 1 into 10 raised to 23 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നേരത്തെയുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5 into 10 raised to -8 into 1 into 10 raised to 23 ആണ്. ശരിയാണല്ലോ. അപ്പോൾ 5 into 1 എന്ന് പറയുന്നത് എത്രയാണ്? 0.5 into 1, 0.5 into 10 raised to ഇവിടെ 23 ആണ്, ഇവിടെ -8 ആണ്. ഇപ്പോൾ 23ന്ന്
-8 പോയാൽ നമുക്ക് എത്ര ആയിരിക്കും കിട്ടുക 15 ആയിരിക്കും കിട്ടുക. ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ക്വസ്റ്റിനകത്ത് ഉണ്ടോ എന്ന് നോക്കുക. ഇങ്ങനൊരു ഓപ്ഷൻ നമ്മുടെ ക്വസ്റ്റിനകത്തില്ല. 0.5 × 10⁻15 ഇല്ല. പക്ഷേ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്, 5 × 10⁻14 ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. ശരിയല്ലേ? 5 × 10⁻14 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. പക്ഷെ അതിനകത്ത് ആൻസറിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഇങ്ങനെ ഒരു ആൻസർ ഇല്ല. പക്ഷേ ഇങ്ങനെ ഒരു ആൻസർ ഉണ്ട്. നമ്മളിതിനെ 10⁻15നെ 10⁻14ലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടും. ഇപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 5 × 10⁻14 ആണ് നമ്മുടെ ആൻസർ. ദാറ്റ് ഈസ് 5 × 10⁻14. ഇതാണ് നമ്മുടെ ആൻസറായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു മുൻ വർഷത്തെ ചോദ്യമാണ് കേട്ടോ. ഇതും നമ്മുടെ പഴയ ഇതിലൊരു ആൻസറാണ് കിട്ടുക. നെക്സ്റ്റ് വൺ, ഇതെല്ലാം പഴയ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? സ്ട്രേഞ്ച്നെസ് ഈസ് കൺസേർവ്ഡ് ഇൻ ബോത്ത് സ്ട്രോങ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ. എന്താണ് സ്ട്രേഞ്ച്നെസ്? സ്ട്രോങ് ഇൻട്രാക്ഷൻസിലും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻസിലും എന്താണ് സ്ട്രേഞ്ച്നെസ് കൺസർവ്ഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ സ്ട്രേഞ്ച്നെസ് കോണ്ടന്റ് നമ്പർ കണ്ടപ്പോൾ നമ്മൾ കണ്ടതാണ്. സ്ട്രോങ്ങിലും ഇലക്ട്രോമാഗ്നറ്റിക്കിലും സ്ട്രേഞ്ച്നെസ് എന്താണ്? കൺസർവ്ഡ് ആണ്. ഐസോസ്പിൻ ഈസ് കൺസർവ്ഡ് ഓൺലി ഇൻ സ്ട്രോങ് ഇൻട്രാക്ഷൻ. ഐസോസ്പിൻ കൺസർവ്ഡ് ആയിട്ട് എവിടെ മാത്രമേ ഉള്ളൂ? സ്ട്രോങ് ഇൻട്രാക്ഷനിൽ മാത്രമേ ഉള്ളൂ. അത് എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പാരിറ്റി ഈസ് നോട്ട് കൺസർവ്ഡ് ഇൻ വീക്ക് ഇൻട്രാക്ഷൻ. എന്താണ് ചോദ്യം? പാരിറ്റി ഈസ് നോട്ട് കൺസർവ്ഡ് ഇൻ വീക്ക് ഇൻട്രാക്ഷൻ. വീക്ക് ഇൻട്രാക്ഷൻസിൽ പാരിറ്റി എന്താണ്? കൺസർവ്ഡ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്താണ്? കൺസർവ്ഡ് ആണ്. ശരി, നോട്ട് കൺസർവ്ഡ് ഇൻ വീക്ക് ഇൻട്രാക്ഷൻ. അതായത് എന്താണ് ഈ ഓപ്ഷൻ ശരിയാണ്. വീക്ക് ഇൻട്രാക്ഷൻസിൽ പാരിറ്റി കൺസർവ്ഡ് അല്ല. സ്ട്രോങ് ഇൻട്രാക്ഷൻസിലാണ് പാരിറ്റി കൺസർവ്ഡ് ആയിട്ടുള്ളത്. പിന്നെന്താണ്? സ്ട്രേഞ്ച്നെസ് ഈസ് കൺസർവ്ഡ് ഓൺലി ഇൻ വീക്ക് ഇൻട്രാക്ഷൻ. സ്ട്രേഞ്ച്നെസ് കൺസർവ്ഡ് ആയിട്ട് എവിടെ മാത്രമേ ഉള്ളൂ? വീക്ക് ഇൻട്രാക്ഷൻസിൽ മാത്രമേ ഉള്ളൂ സ്ട്രേഞ്ച്നെസ് കൺസർവ്ഡ് ആയിട്ടുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഇത് തെറ്റാണ്. ഇത് മൂന്നും ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? സ്ട്രേഞ്ച്നെസ് ഈസ് കൺസർവ്ഡ് ഓൺലി ഇൻ വീക്ക് ഇൻട്രാക്ഷൻ. അത് തെറ്റാണ്. സ്ട്രേഞ്ച്നെസ് എവിടെ മാത്രമാണ് കൺസർവ്ഡ്? ബോത്ത് സ്ട്രോങ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ. സ്ട്രേഞ്ച്നെസ് സ്ട്രോങ് ഇൻട്രാക്ഷൻസിലും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻസിലുമാണ് കൺസർവ്ഡ് ആയിട്ടുള്ളത്. ഇതാണ് തെറ്റായിട്ടുള്ള ആൻസർ. അത് നമ്മുടെ തെറ്റായിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സ്പല്ലേഷൻ റിയാക്ഷൻ? സ്പല്ലേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ അത് നമ്മുടെ സിലബസിനകത്ത് ഇല്ലാത്തൊരു ചോദ്യമാണ്, ഇല്ലാത്തൊരു ഭാഗമാണ് സ്പല്ലേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്പല്ലേഷൻ റിയാക്ഷൻ ഡയറക്റ്റായിട്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ അത് നമ്മുടെ സിലബസിനകത്ത് നമ്മൾ കൂടുതലായിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ വരുന്ന ഭാഗമാണ് സ്പല്ലേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് സ്പല്ലേഷൻ റിയാക്ഷൻ എന്ന് നോക്കാം. എ സ്പല്ലേഷൻ റിയാക്ഷൻ ഇൻവോൾവ്സ് എ ഹൈ സ്പീഡ് ലൈറ്റ് പാർട്ടിക്കിൾ ലൈക്ക് എ പ്രോട്ടോൺ ഓർ ന്യൂട്രോൺ. ഒരു ഹൈ സ്പീഡിലുള്ള ലൈറ്റ് പാർട്ടിക്കിൾ എന്ത് ചെയ്യണം? കൊളൈഡിങ് വിത്ത് എ ഹെവി ന്യൂക്ലിയസ്. ഒരു ലൈറ്റ് പാർട്ടിക്കിൾ, വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ലൈറ്റ് പാർട്ടിക്കിൾ ഒരു ഹെവി ന്യൂക്ലിയസുമായിട്ട് കൊളൈഡ് ചെയ്യണം. കൊളൈഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കോസിങ് ടു ഇജക്ട് മെനി സ്മോളർ ഫ്രാഗ്മെൻറ്റ്. എന്ത് ചെയ്യുന്നു? വളരെ ചെറിയ ഫ്രാഗ്മെൻറ്റുകൾ ഉണ്ടാകുന്നു. അതായത് ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയോൺസും ഒന്നത്തും വരും. ആൻഡ് ഫോം എ മച്ച് ലൈറ്റർ റെസിഡ്യൂവൽ ന്യൂക്ലിയസ്. എന്ത് ചെയ്യുന്നു? വളരെ ചെറിയ റെസിഡ്യൂവൽ ന്യൂക്ലിയസുകൾ ഫോം ചെയ്യുന്നു. സ്പല്ലേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഹൈ സ്പീഡിൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ലൈറ്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു? ഒരു ഹെവി ന്യൂക്ലിയസിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യുന്നു. ഹിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ന്യൂക്ലിയോൺസ് ഫോം ചെയ്യുന്നു. ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റുകൾ ഫോം ചെയ്യുന്ന ന്യൂക്ലിയോൺസ് ഫോം ചെയ്യുന്നു. അതായത് പ്രോട്ടോൺസ് ന്യൂട്രോൺസോ ആരെങ്കിലും ഒക്കെ ഫോം ചെയ്യുന്നു. ഒപ്പം ആ ഹെവി ന്യൂക്ലിയസ് എന്തായിട്ട് മാറുന്നു? ഒരു ലൈറ്റർ ന്യൂക്ലിയ ആയിട്ട് മാറുന്നു. ഇതാണ് സ്പല്ലേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്പല്ലേഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇവിടെ ഇതാണ് ഒരു ഹെവി ന്യൂക്ലിയസ് ആണ് ഇന്ന് യുറേനിയം 265 എന്ന് പറയുന്നത്. അതിനകത്തേക്ക് ലൈറ്റ് പാർട്ടിക്കിളാണ് ആര്? ഒരു ന്യൂക്ലിയസ് ലൈറ്റ് പാർട്ടിക്കിൾ, വളരെ വേഗം സഞ്ചരിക്കുന്ന ലൈറ്റ് പാർട്ടിക്കിളാണ് ആരെന്ന് പറയുന്നത്? ന്യൂട്രോൺ എന്ന് പറയുന്നത്. ഒന്ന് യുറേനിയത്തിൽ നിന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്? സിർക്കോണിയം ഉണ്ടാകുന്നു, ടെലൂറിയവും ഉണ്ടാകുന്നു. അപ്പോൾ എന്താണ്? നമ്മുടെ ന്യൂക്ലിയസും ന്യൂട്രോണും ഫോം ചെയ്യുന്നു. ആണ് ZR98ഉം TE136 ഫോം ചെയ്യുന്നു. ബാക്കിയുള്ള റിയാക്ഷൻസ് നോക്കി എവിടെയെങ്കിലും ന്യൂട്രോൺസ് ഫോം ചെയ്യുന്നില്ല. ബാക്കിയുള്ളത് ഇവിടെ പിന്നെയുള്ളത് ഈ ഒരു റിയാക്ഷനാണ്. ഇവിടെ ഹൈഡ്രജനാണ്, ലൈറ്റ് ന്യൂക്ലിയൈ ആണ്. അപ്പം അവിടെ ഫോം ചെയ്യുന്നത് 1H1ഉം 0N1ഉം ആണ് ഫോം ചെയ്യുന്നത്. അപ്പം ഇതിനകത്തു നിന്നും എന്താണ്? ഒരു വലിയ പാർട്ടിക്കിള് അകത്തേക്ക് ഒരു ന്യൂട്രോൺ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്? ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റുകൾ ഉണ്ടാകുന്നു. ഒപ്പം ഒരു ന്യൂക്ലിയോണും ഫോം ചെയ്യുന്നു. അപ്പോൾ ഏതായിരിക്കും നമ്മുടെ സ്പല്ലേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇത് ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇതില്ല, ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.